ടൂറ് പോയപ്പം കൊച്ചു കുളിക്കുന്ന എന്തോ ഒരു വീഡിയോ കിട്ടിയിട്ട് ഡേറ്റിനെ വിളിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തുവാ മോനെ ഡേറ്റ്? അത് അയാളുടെ കൂട്ടത്തിൽ കറങ്ങാൻ പോകാനും ഫുഡ് കഴിക്കാനും ഹോട്ടൽ മുറി ചെല്ലാനോ. ഞാൻ പറഞ്ഞു ആ കേസ് വേണ്ട, നീ അവിടെ നിർത്തിയേക്കാൻ പറഞ്ഞു. സാറിന്റെ അവിഹിത ബന്ധം കയ്യോടെ കണ്ട് എന്നൊരു വൈരാഗ്യമാണ്. ചിലപ്പോൾ അമ്മ എനിക്ക് എന്തെങ്കിലും പറ്റുക, ചിലപ്പോൾ എൻ്റെ ജീവൻ കൊണ്ടായിരിക്കും ഞാനിതിന് മറുപടി പറയുന്നത്. എൻ്റെ കുഞ്ഞിനെ എന്തായാലും അവൾ പഠിച്ചിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറ് തന്നെയാണ് ഇതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സാറിന്റെ അവിഹിത ബന്ധം കയ്യോടെ കണ്ട് എന്നൊരു വൈരാഗ്യമാണ്. ആ രീതിയിലാണ് മുതലെടുത്തോണ്ടിരിക്കുന്നത്. അത് പുറത്തു പറയുമല്ലേ നാട്ടുകാരറിയും എന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പം എൻ്റെ കുഞ്ഞിനെ അങ്ങേയറ്റം പീഡനം, വാക്കുകൊണ്ടുള്ള പീഡനവും മാനസിക പീഡനവും എല്ലാം ആയിട്ട് അത് ലാസ്റ്റ് ഈ ഒരു എത്തിയതും. എങ്ങനെ നമ്മൾ അറിഞ്ഞത്? എങ്ങനെ? ഞാൻ ജോലി ചെയ്തിട്ട് വരുമായിരുന്നു. രാവിലെ വിളിച്ചപ്പം ഫോണിൽ എന്നോട് പറഞ്ഞു ഞാൻ എഴുന്നേറ്റു, കഴിക്കാൻ പോവാ, ചായ ഇട്ടിട്ടുണ്ട്, ചായ കുടിക്കാൻ പോവാ. അപ്പം ഞാൻ പറഞ്ഞ അടുക്കളയിലെ പാത്രം എല്ലാം കഴുകി അവിടെ വന്നിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു നിനക്ക് എന്താ വൈകിട്ട് വേണ്ടത് കറിക്ക്? എനിക്ക് ചിക്കൻ മതി. അപ്പം ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നു. അവൾക്ക് പാല് വേണമെന്ന്, ഇന്ന് അവൾ പാല് കുടിക്കും. അവൾക്ക് പാല്, പപ്സ്, മുട്ട എല്ലാ സാധനവും മേടിച്ചുകൊണ്ട് ഇവിടെ കയറി വരുമ്പം ഞാൻ കാണുന്നത് ഇവിടെ അനക്കമില്ല. എനിക്കൊരു സംശയം, എൻ്റെ ഉള്ളിൽ ഒരു സംശയം തോന്നി. സംശയം എന്ന് പറഞ്ഞാൽ എൻ്റെ ബലമായ സംശയമായിരുന്നു. ഞാൻ കതകെ തട്ടിയിട്ട് അനക്കമില്ല. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആള്. അപ്പൊ പിന്നെ എനിക്ക് വേറൊന്നും ചിന്തിക്കാനില്ലായിരുന്നു. ഞാൻ കതക് ചവിട്ടി പൊളിക്കാൻ നോക്കുന്നതിന് മുമ്പേ ഞാനൊന്ന് ലോക്ക് തിരിച്ചു നോക്കി. ഭാഗ്യത്തിന് കതക് തുറന്നു കെട്ടി ഞാൻ ചെന്നു. അടുക്കളേന്ന് പിടിയുന്ന ഒരു കത്തി എടുത്തുകൊണ്ട് വന്നു, അരിവാൾ എടുത്തുകൊണ്ട് വന്നു. ആ ഷാൾ അറുത്ത് എൻ്റെ ദേഹത്ത് തന്നെ ആളെ വെച്ച് പതുക്കെ ഞാനും അവളോട് ഇരിക്കക്കുത്താലെ വീണ് അവൾക്ക് CPR ഞാൻ കൊടുത്തു. ഒരു ചെവി പൊത്തിപ്പിടിച്ച് മോനേന്ന് ഞാൻ വിളിച്ചു. ഉള്ളിൻ്റെ എവിടെയെങ്കിലും ഒരു ജീവന്റെ ഒരു കണിയുണ്ടെങ്കിൽ എൻ്റെ സ്പർശനവും എൻ്റെ വിളിയും എൻ്റെ കുഞ്ഞ് തിരിച്ചു വരുമോ എന്നുള്ള പ്രതീക്ഷ. പക്ഷെ കിട്ടിയില്ല. വിളിക്ക് പ്രതികരണമില്ല. ലാസ്റ്റ് കൈവെള്ളയും കാലുവെള്ളയും ഒക്കെ ചൂടാക്കി വീണ്ടും CPR കൊടുത്തു. മൂക്കെല്ലാം ഞാൻ വലിച്ചു. എൻ്റെ മാക്സിമം എനിക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് നോക്കി. എനിക്ക് കിട്ടിയില്ല. എന്താ പറഞ്ഞിട്ടുള്ളത് നേരത്തെ മോള് പറഞ്ഞിട്ടുള്ള അമ്മ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ മെയിൻ ഉത്തരവാദി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറായിരിക്കും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. വേറെ ആരും അവർക്ക് വൈരാഗ്യമുള്ളവരോ അങ്ങനെ അവർക്ക് ശത്രുക്കളോ ഒന്നുമില്ല. 1.5 വർഷമായിട്ട് പോയിട്ട് 1 വർഷം ഒരു കുഴപ്പമില്ല. ഈ 6 മാസം കൊണ്ട് അവളോട് ഇത്രയും വൈരാഗ്യം വന്നേക്കുന്നു. സാറുമായിട്ട് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞത് എൻ്റെ കുട്ടി ചീത്തക്കുട്ടിയാന്നാ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് കാരണം? അത് ഞാൻ പറയുന്ന അനുസരിക്കത്തില്ല. ഞാൻ പറഞ്ഞ സാറ് പറയുന്ന അനുസരിക്കെങ്കിൽ ഒരു സാറായിട്ട് നിന്ന് പറയുമ്പോൾ അതനുസരിക്കും. ഒരു അധ്യാപകൻ പറയുകയാണെങ്കിൽ കുട്ടി അനുസരിക്കും. മൊബൈലിൽ ഭീഷണി ലഭിച്ചായിട്ടൊന്നും മോളെന്നോട് പറഞ്ഞിട്ടില്ല. ഡേറ്റിനെ വിളിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തുവാ മോനെ ഡേറ്റ്? അത് അയാളുടെ കൂട്ടത്തിൽ കറങ്ങാൻ പോകാനും ഫുഡ് കഴിക്കാനും ഹോട്ടൽ മുറി ചെല്ലാനോ. ഞാൻ പറഞ്ഞു ആ കേസ് വേണ്ട, നീ അവിടെ നിർത്തിയേക്കാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പഠിത്തം നിർത്തിയേക്കാം. ബാക്കി ഞങ്ങൾക്ക് അടുത്ത് എന്ത് പഠിപ്പിക്കാൻ വിടാൻ പറ്റുമോ ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞത്. പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ അവള് പറഞ്ഞു അമ്മേ പോലീസ് കംപ്ലൈന്റ് കൊടുത്താൽ അയാൾക്ക് നേരി എവിടെ നിന്നും കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് അയാളിരിക്കുന്നു. ആർമി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് എല്ലാവരെയും ഉപദ്രവിക്കുമ്പോൾ അയാൾ പറയുന്നത് ഞാനൊരു ആർമി ഓഫീസറാ, എനിക്ക് ആർമിയുടെ പരിഗണനയുണ്ട്. ഈ ആർമിയുടെ പരിഗണനയുള്ളവർക്ക് ആരും എന്തും ചെയ്യാവുന്നൊരു നിയമമുണ്ടോ? അതെനിക്കറിയില്ല. ഡേറ്റിങ്ങിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞപ്പം അവൾ പിന്നെ അയാളുമായിട്ട് സംസാരിക്കാറായി, അയാൾ പോകുന്ന വഴി നോക്കാറായി. അയാളോട് നേരത്തെ ഗുഡ് മോർണിംഗ് പറയുമായിരുന്നു, അതില്ല. ഗുഡ് ഈവനിങ് പറയുമായിരുന്നു, അതില്ല. സാറ് ക്ലാസ് എടുത്താൽ മുഖത്ത് നോക്കത്തില്ല, കീഴോട്ട് മുരിഞ്ഞിരിക്കും. കണ്ണീർ നോക്കി മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അയാൾ കണ്ണുകൊണ്ട് കാണിക്കുക, പോസ്റ്റുകൾ കാണിക്കുക. ഇതൊക്കെ ആയപ്പോൾ ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നിട്ടും പറഞ്ഞു മോനെ ഇത് നമുക്ക് പുറത്ത് പറഞ്ഞാൽ ബാ നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം, നമുക്കതല്ല പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു പെണ്ണെന്ന നില എനിക്ക് പോയി ഒരു പുരുഷനോട് നേരിടാൻ പറ്റത്തില്ല. എൻ്റെ മോള് പറഞ്ഞമ്മേ ഇതിന് എത്രത്തോളം പോകാൻ പറ്റുമോ പോട്ടെ. ലാസ്റ്റ് ഞാൻ ചിലപ്പോൾ അമ്മ എനിക്ക് എന്തെങ്കിലും പറ്റുക, ചിലപ്പോൾ എൻ്റെ ജീവൻ കൊണ്ടായിരിക്കും ഞാനിതിന് മറുപടി പറയുന്നത്. എൻ്റെ കുഞ്ഞ് അതേ അവസ്ഥയിൽ എത്തിച്ചു. അന്ന് വെളുപ്പിനെ അവളോട് എന്ത് വിളിച്ചോ അല്ലെ തലേന്ന് അവളോട് ഒറ്റയ്ക്ക് മാറ്റി നിർത്തി ഞായറാഴ്ച ഇയാൾ എന്ത് സംസാരിച്ചെന്നോ അയക്കും അവക്കും അല്ലാതെ ഭൂലോകത്തിൽ ഒരാൾക്കും അറിയത്തില്ല. ഞായറാഴ്ച വൈകിട്ട് വീട്ടിൽ വരുമ്പോഴാണ് ഇവിടെ മൂടിക്കെട്ടി വരുന്നത്. മറ്റേ ഇവിടെ വന്നാൽ എത്ര പിണക്കമാണെങ്കിലും എന്നോട് ചിരിച്ചാ വീട്ടിൽ കയറി വരുന്നത്, നല്ല ഹാപ്പി ആയിട്ട്. ഞാൻ പറയും മോനെ ടെൻഷനും ഒക്കെ കാര്യങ്ങളൊക്കെ അവിടെ, ഇവിടെ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക, നമ്മുടെ വീട്ടിൽ ഒരു ടെൻഷനും വേണ്ട. അങ്ങനെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു അമ്മയാണ്. വേറൊന്നും പറഞ്ഞിട്ടില്ല.
ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മോള് പറഞ്ഞത്. അമ്മ എനിക്കെന്തേലും സംഭവിച്ചാൽ പ്രദീപ്ജിയെ അമ്മ വെറുതെ വിടരുതെന്ന് പറഞ്ഞു. എന്നോട് നേരത്തെ പറഞ്ഞു. പക്ഷെ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധാരണ ഫോണായിരുന്നു. ഇയാൾ ഇതുകൂടാതെ തന്നെ വാട്സപ്പ് ഫോൺ എടുക്ക്, ആഴ്ചയെ വിളി, കാര്യങ്ങൾ അറിയണ്ടായോ, മോള് വീട്ടിൽ നിന്ന് പോയാൽ എപ്പോഴാ വരുന്നത്, അല്ലേ വീട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴാ വരുന്നത്, ഇതൊക്കെ എന്നെ അറിയിക്കണ്ട. ഞാൻ പറഞ്ഞു സാറേ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സാറിൻ്റെ റോള് കഴിഞ്ഞു. അവൾക്ക് 19 വയസ്സുള്ള കുഞ്ഞ്, എപ്പം വരുന്നു എപ്പം പോകുന്നു അത് എനിക്കറിയാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു വീഡിയോയുടെ കാര്യം പറഞ്ഞല്ലോ, എന്താ സംഭവം? മോള് അവര് പിന്നെ ടൂറ് പോയപ്പം കൊച്ചു കുളിക്കുന്ന എന്തോ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. ആ നഗ്നമായിട്ടുള്ള ഇത് കിട്ടിയത് കൊണ്ടാണല്ലോ അവൾ ഈ അതെങ്ങനെ കിട്ടി? അയാളുടെ പിന്നെ ശില്പന്തിക്കാരിയാ ഇതെടുത്ത് വെച്ച്. സ്ത്രീകളെല്ലാം കൂടെ ഒരു കോട്ടേജിലായപ്പം അവർക്ക് ഈസി അല്ലയോ, ആരറിയുന്നു. ഇന്ന് പെൻ ക്യാമറ ഉണ്ട്, പൊട്ട് ക്യാമറ ഉണ്ട്, എന്തെല്ലാം സാധനങ്ങളുടെ അവൾക്ക് പറയാൻ പറ്റാത്ത സാഹചര്യം അതാ. അവിടെ എനിക്ക് കിട്ടിയേക്കുന്നത് അത് ദൈവത്തിന്റെ കണ്ണാ. അല്ലാതെ എൻ്റെ കുഞ്ഞിങ്ങനെ ഒരു കാര്യം ചെയ്യത്തില്ല. അവള് ഒരിക്കലും ഇങ്ങനൊരു എന്താ പറയുന്ന ഒരു നീതി തേടിയ അറ്റം വരെ പോകും. ഏതറ്റം വരെ ഞാൻ പോകും. എനിക്ക് ജീവനുള്ള കാലത്തോളം ഞാൻ പോകും. ഇങ്ങനെ ഒരു ഗതി വരരുത്. ഇനി ഒരമ്മയും ഇതുപോലെ മക്കളെ നൊന്ത് പ്രസവിച്ചൊരു പ്രായം വരെ വളർത്തി അവർക്ക് സ്വപ്നങ്ങൾ അവരുടെ പൊലിയരുത്. എൻ്റെ മോടെ സ്വപ്നമായിരുന്നു ഞങ്ങൾക്കൊരു വീട്, ഒരു കുഞ്ഞൊരു കുടുംബം. അതൊക്കെയാ തല്ലിക്കെടുത്തിയത്. ഒടേ തമ്പുരാൻ പോലും പൊറുക്കത്തില്ല. പക്ഷെ ദൈവത്തിന്റെ കണ്ണെന്തുണ്ട്, ആ കണ്ണ് മൂടിക്കെട്ടാൻ ആരെക്കൊണ്ടും കഴിയേയില്ല.